റേഡിയോ മാറ്റിലി 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റിലി, മാറ്റത്തിന്റെ ശംഖുലി. അറിവിന്റെ പടവുകൾ. തനതായ ഗവേഷണത്തിലൂടെ വൈജ്ഞാനിക ലോകത്തിന് പുതിയ പടവുകൾ തീർത്തവർ. നിർവഹണം പ്രജിഷ രാജേഷ്. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അറിവിന്റെ പടവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് അറിവിന്റെ പടവുകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ PhD നേടിയ ഡോക്ടർ ശ്രേയ ജോൺ ആണ്. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെയാണ് വീട്? ഞാൻ ശ്രേയ ജോൺ. എൻ്റെ വീട് തോണിച്ചാലാണ്. ഞാനിപ്പം ബാംഗ്ലൂർ ക്രിസ്തു ജയന്തിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ PhD ചെയ്തത് ചെന്നൈ SRM എന്നാണ്. എപ്പോഴാണ് ഈ PhD പൂർത്തിയാക്കിയത്? ഞാൻ ഇപ്പം കഴിഞ്ഞ മാർച്ചിലായിരുന്നു എൻ്റെ ഡിഫൻസ്. അപ്പം ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ. ഇത് എൻ്റെ 5ാമത്തെ വർഷമായിരുന്നു. അതിന് PhD പൂർത്തിയായതിനു ശേഷമാണോ ജോലിക്ക് കയറിയത്? അല്ല, ഞാൻ തീസിസ് വെച്ചതിന് ശേഷം നമുക്ക് ജോലിക്ക് കയറാം. അപ്പോൾ ഇങ്ങനെ ഓരോ കോളേജിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യായിരുന്നു. അങ്ങനെയാണ് എന്നെ ക്രിസ്തു ജയന്തിയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. എന്നിട്ട് ഞാൻ തീസിസ് വെച്ച സമയത്താണ് ശരിക്കും ജോലിക്ക് കയറുന്നത്. പിന്നെ ഒരു 6 to 8 monthsനുള്ളിൽ എൻ്റെ വൈവ കഴിഞ്ഞു. അങ്ങനെ PhD കിട്ടി. എന്തായിരുന്നു? കമ്പ്യൂട്ടർ സയൻസിലാണല്ലോ PhD ചെയ്തത്. അപ്പോൾ ഗ്രാജുവേഷനൊക്കെ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയായിരുന്നോ? അതെ, ഞാൻ BSc ചെയ്ത് ക്രൈസ്റ്റ് എന്നാ. അത് ശരിക്കും ട്രിപ്പിൾ മെയിൻ ആയിരുന്നു. BSc കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഇലക്ട്രോണിക്സ്. പക്ഷേ ശരിക്കും മാത്സ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും ആ ഒരു കോമ്പിനേഷൻ എടുത്തത്. പക്ഷേ ലാസ്റ്റ് തേർഡ് ഇയറിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് മാത്സിനെക്കാട്ടിലും കമ്പ്യൂട്ടർ സയൻസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ MSc ഞാൻ ചെയ്തത് മാനസ ഗംഗോത്രി ക്യാമ്പസ്, മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അവിടെ ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം കുറച്ചാൾ നെറ്റ് കോച്ചിങ്ങിനൊക്കെ പോയി. അപ്പോഴാണ് SRMൻ്റെ ഇത് കാണുന്നത്. പിന്നെ SRMൽ അപ്ലൈ ചെയ്തു. അങ്ങനെ അവിടെ PhDക്ക് കിട്ടി. പിന്നെ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കുറച്ച് ഇഷ്ടമാണ്. ഇങ്ങനെ കോഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ അത് കുറച്ച് താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ PhDക്ക് നോക്കാം എന്നിങ്ങനെ ഓർത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ എന്തായിരുന്നു പ്രത്യേകമായിട്ട് ഈ കമ്പ്യൂട്ടർ സയൻസിൽ തിരഞ്ഞെടുത്ത ഗവേഷണത്തിൻ്റെ വിഷയം എന്തായിരുന്നു? എൻ്റെ ഏരിയ ശരിക്കും കൃഷി മേഖലയിലെ രോഗനിർണയമാണ്. അതിൽ തന്നെ ഈ സസ്യങ്ങളിലും ചെടികളിലും അതിൻ്റെയൊക്കെ ഇലയിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് AI ഉപയോഗിച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. അതാണ് എൻ്റെ റിസർച്ച് ടോപ്പിക്. അപ്പോൾ അത് കൃത്യമായി തന്നെ അങ്ങനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? അതെ, കഴിഞ്ഞു. നമ്മൾ ഈ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും നമുക്ക് PhD വേണമെങ്കിൽ ചെയ്യാലോ. എങ്ങനെയായിരുന്നു ആ ഒരു വർക്ക്? ഫുൾ ടൈം ഒരു ഗവേഷകയായിട്ട് തുടരുകയായിരുന്നു? അതെ, ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത്. എന്നിട്ട് കാരണം അതിൻ്റെ ഇടയിൽ വേറെ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള കുറച്ച് പേര് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി, ഞാൻ ഒന്നാമത് ഭയങ്കര ബിഗിനിങ് സ്റ്റേജിലും കൂടെയാണല്ലോ. അപ്പോൾ എനിക്ക് ഫുൾ ടൈം എന്തായാലും അതിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഫുൾ ടൈം തന്നെ ആക്കാം. കാരണം അതിൻ്റെ ഇടയിൽ വേറെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും വർക്ക് അത്ര എളുപ്പത്തിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് തീസിസ് വെച്ചതിന് ശേഷം പിന്നെ ജോലിക്ക് നോക്കിയത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഗവേഷണത്തിൻ്റെ ഘട്ടങ്ങൾ? ബുദ്ധിമുട്ട് തോന്നിയോ? വിഷയം തിരഞ്ഞെടുത്തതിന് ശേഷം എപ്പോഴെങ്കിലും തോന്നിയോ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി എന്ന് തോന്നിയിരുന്നോ? പ്രതിസന്ധികൾ ഉണ്ടായിരുന്നോ ഈ ഒരു 5 വർഷ കാലയളവിൽ? പ്രതിസന്ധി തോന്നിയ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. മടുപ്പ് തോന്നിയ ഘട്ടങ്ങളുണ്ട്. ടോപ്പിക് കുറച്ച് കോമൺ ആണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്താൽ അത് ഭയങ്കര ചലഞ്ചിങ്ങാണ്. കാരണം അതിൽ ഒരുപാട് വർക്കുകൾ മുന്നേ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും യൂണീക്കായി പക്ഷേ നല്ല നോവൽറ്റിയിൽ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് PhD ശരിക്കാവുള്ളൂ. അപ്പോൾ ആ ഒരു ചലഞ്ച് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പം മെയിനായിട്ട് നമ്മൾ കോഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കോഡിങ്ങിന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൽ ഇടയിൽ കിട്ടുന്ന, അതായത് മാസങ്ങളും ദിവസങ്ങളൊക്കെ ഇരുന്നിട്ടാണ് ശരിക്കും ഒരു ഔട്ട്പുട്ടൊക്കെ കിട്ടുക. ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടണമെങ്കിൽ അത്രയും നാളൊക്കെ ഇരിക്കണം. പക്ഷെ ആ കിട്ടുന്ന ഓരോ ഇതും ഭയങ്കര മോട്ടിവേഷനായിരുന്നു. പിന്നെ ചെറിയൊരു എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഗൈഡൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, കുറേ മോട്ടിവേറ്റ് ചെയ്തു. അപ്പം
നമുക്കൊരു അതൊക്കെ ഭയങ്കര പ്രചോദനമായിരുന്നു. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും, എവിടെയെങ്കിലും യാത്രകൾ പോകും. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഐഡിയാസ് ഒക്കെ കിട്ടും. കുറച്ചാൾ മാറിയിരിക്കുമ്പം ഓക്കെ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ മാറ്റാം. അപ്പം അതൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു. എല്ലാവരും ഈ PhD കഴിഞ്ഞവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മനസ്സിനിണങ്ങിയ ഒരു ഗൈഡിനെ നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ പകുതിയും കുറഞ്ഞു എന്നുള്ളത്. എങ്ങനെയായിരുന്നു ആ ഗൈഡിനെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ മാമാണ്. മാം ശരിക്കും പ്രൊഫസറാണ് അവിടെ. മാം ഒരു 2000 സ്റ്റാർട്ടിങ്ങിലാണ് മാമിൻ്റെ PhD കഴിഞ്ഞത്. എൻ്റെ മാമിൻ്റെ പേര് ഡോക്ടർ PG അരുൾ ലീനാറോസ്. SRM യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. മുന്നേ HOD ആയിരുന്നു, ഇപ്പം മാറി. അപ്പം മാമിന് എന്നെക്കാട്ടിലും മുന്നേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാൻ മാമിൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ഒന്നുമല്ല. അപ്പം മാമിന് ഈ ഫീൽഡ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കുറച്ച് ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു, പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാം പക്ഷേ നമ്മളെ ഭയങ്കര സപ്പോർട്ടീവാണ്, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും, അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് അതൊക്കെ കൊണ്ട് ഒരിക്കലും എനിക്ക് മാമിനോടൊരു ഡിസ്റ്റൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ പോയിട്ട് പറയും മാം എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് കോഡിംഗ് ഒന്നും ശരിയാവുന്നില്ല, എനിക്ക് വിചാരിക്കുന്ന ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒക്കെ മാം നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുകയും മാമിനെ കൊണ്ടാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യും, വേറെ ആൾക്കാരൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് അവരോട് സംസാരിക്കുക, അവരോട് ചോദിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാം. മാം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും ഇത് തീർക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ ഈ അറിവിൻ്റെ പടവുകൾ പരിപാടി ചെയ്തു തുടങ്ങിയിട്ട് സുവോളജിയിൽ PhD കിട്ടിയ ഒരുപാട് പേരെ ചെയ്തു, എൻവയോൺമെന്റൽ സയൻസിൽ PhD കിട്ടിയവരെ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു PhD കിട്ടിയ ആളെ ശ്രോതാക്കളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വിവരശേഖരണവും റിസർച്ച് വർക്കുകളും ഒക്കെ വേറെ രീതിയിലാണല്ലോ പോകുക. അപ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ സയൻസുകാരുടെ ഒരു ഡാറ്റ കളക്ഷനും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പഠന രീതിയൊക്കെ? എൻ്റെ ഏരിയയിൽ എനിക്ക് എൻ്റെ ഡേറ്റ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വിളകളിലെ ഡിസീസ് ഡിറ്റക്ഷൻ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇമേജസ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ എൻ്റെ ഡേറ്റ എല്ലാം ഇമേജിൻ്റെ രൂപത്തിലാണ്. അപ്പം ഞാൻ ഒരു ലിറ്ററേച്ചർ റിവ്യൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കഷൻ നടക്കുമ്പോഴേ സീനിയേഴ്സും എൻ്റെ ഗൈഡും ഒക്കെ പറഞ്ഞു ഡേറ്റ കളക്ഷൻ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കുമെന്ന്. കാരണം നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കുക ചെയ്യാം. അപ്പോൾ ആ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ലൈറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ എടുത്ത ചിത്രത്തിൽ നിന്ന് നോയ്സും ഡിസ്റ്റോഷൻസും ഒക്കെ റിമൂവ് ചെയ്യുക, അതും നല്ലൊരു ചലഞ്ചിങ് ആയിട്ടായിരുന്നു. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി കുറേ ഇങ്ങനെ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ കോളേജിൽ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഫാമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഇങ്ങനെ കുറേ ചെടികളുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അധികം എൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്തത് ആ സമയത്ത്. അപ്പോൾ അവിടെ കുറേ വർക്കേഴ്സ് ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമുക്കിങ്ങനെ പറഞ്ഞു തരും. നമ്മൾ ശരിക്കും വീട്ടിൽ നമുക്കൊരു കിച്ചൺ ഗാർഡനും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ അതൊന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഇവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഡിസീസ്ഡ് ലീവ്സും എടുക്കണം, ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും എടുക്കണം. അപ്പോൾ ചില ലീവ്സൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഭയങ്കര ഹെൽത്തി ആണെന്ന്, പക്ഷെ അങ്ങനെ അല്ല. അപ്പോൾ അവരിങ്ങനെ അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം നമുക്കത് ശരിക്കും പുതിയ അറിവായിരുന്നു. അപ്പോൾ എനിക്കതൊരിക്കലും ബോറടിച്ചിട്ടില്ല. എനിക്ക് ആ ഡേറ്റ കളക്ഷൻ ശരിക്കും പറഞ്ഞാൽ കിട്ടിയ ഡേറ്റാസ് നിന്ന് പിന്നെ അതൊന്ന് പ്രീ പ്രോസസ്സ് ചെയ്തൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ആ ഒരു ഡേറ്റ കളക്ഷൻ ആ ഒരു സമയം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഡാറ്റ കളക്ഷനൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. നമ്മളുടെ ഈ ഒരു പ്രബന്ധാവതരണം, തീസിസ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഏതൊരു PhDയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രധാനപ്പെട്ട ഒരു ദിവസവുമാണ്. അതെങ്ങനെയാണ് ഓർമ്മയിലൊന്ന് പറയാമോ? അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ശരിക്കും മാം എന്നെ തലേദിവസം തൊട്ടേ ഒന്നുമില്ല, ഒരു പ്രസൻറ്റേഷനാണ്, സെമിനാറൊക്കെ കൊടുക്കുന്ന പോലെ ആണെന്ന് വിചാരിച്ച് ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞ് എന്നെ കുറച്ച് കാമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജൂനിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽസ് ആണെങ്കിലും മാം പറഞ്ഞു ഇല്ല അവർ ഓക്കെയാണ്, അങ്ങനെ എന്താ പറയുക കടുപ്പുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ലാത്തവരാണ്, നീ പേടിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞെന്നെ കാമാക്കി. പക്ഷെ എന്നാലും അവർ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചത്. പക്ഷെ എന്തൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്നല്ല, നമുക്കവരെ അത് കൺവിൻസ് ചെയ്യാൻ പറ്റി. പിന്നീട് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് അത് കയ്യിലുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തുടർ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള എന്തെങ്കിലും തുടർന്നുള്ള പരിപാടികൾ ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് തുടർന്നു പോകുന്നുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്ന് പേറ്റൻ്റ് ആക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഞാനും മാമും. പക്ഷെ ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കാരണം എനിക്കിങ്ങനെ എപ്പോഴും അവിടേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അതിനെപ്പറ്റിയുള്ള ടോക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതുടനെ പേറ്റൻ്റ് എടുത്തിട്ട് ആളുകളിലേക്ക് എത്തിക്കണം, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ 5 വർഷം എടുത്ത് കണ്ടുപിടിച്ച ഒരു സോഫ്റ്റ്വെയർ എന്ന നിലയിൽ വയനാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കർഷകരൊക്കെ ഒരുപാട് ഉള്ള മേഖലയാണ്. അപ്പോൾ വയനാട്ടിലെ കർഷകർക്കൊക്കെ കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായും തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ എത്രയാണെങ്കിലും ഇന്ന് കൃഷി മേഖലയിൽ ആളുകളുടെ സഹായം നമുക്ക് വല്ലാതെ വേണം. അപ്പം ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ രോഗനിർണയങ്ങളും അല്ലെങ്കിൽ സിംറ്റംസ് വെച്ചിട്ട് അത് എന്ത് രോഗമാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കര എളുപ്പത്തിൽ നടക്കും. ആളുകൾക്ക്, അതായത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതൊരു എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. അത് മാത്രമല്ല പല അസുഖങ്ങളും ഇപ്പം നമ്മൾ അതിൻ്റെ ഭയങ്കര ലേറ്റർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുക. പക്ഷേ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര തുടക്ക സ്റ്റേജിൽ, അതായത് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്കത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ആളുകൾക്ക് ഇതെന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സാധാരണക്കാർ ഉപയോഗിക്കുക ഈ ആപ്പ് ഇപ്പോൾ പേറ്റന്റ് ഒക്കെ കിട്ടി ഞങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്നും അങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഗൈഡ് പറയുന്ന രീതിയിൽ അതിന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയുള്ള ടോക്സ് നടക്കുന്നേ ഉള്ളൂ. കാരണം പേറ്റന്റ് എടുക്കാൻ ഞങ്ങളുടെ കോളേജിൽ തന്നെ അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം മാമും എൻ്റെ HOD സാറും ഒക്കെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ കർഷകരിലേക്കൊക്കെ എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. ഗവേഷണത്തിലൂടെ ഉണ്ടായ ഒരു റിസൾട്ട് എങ്ങനെയാണ് ആ ഗവേഷണത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർക്ക് സഹായകമാകുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഒരു 5 വർഷത്തെ ഗവേഷണ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, മടുപ്പ് തോന്നിയിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ HOD ഗൈഡ് അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ് നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ശ്രേയയ്ക്ക് ആ സമയത്ത് കിട്ടിയ ഒരു സപ്പോർട്ട് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പപ്പ ജോണി കൃഷി തന്നെയാണ്. മമ്മി ഹൗസ് വൈഫാണ്. BEd ഒക്കെ കഴിഞ്ഞത്, ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. ടീച്ചറായിട്ട് കുറച്ചാൾ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റർ ഹൃദ്യ, അവള് MBBS ഒക്കെ കഴിഞ്ഞ് ഡോക്ടറേറ്റ് കുറച്ചാൾ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പം NEET PGൻ്റെ കോച്ചിങ്ങിനായിട്ട് കോട്ടയത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എന്താ പറയുക പിന്തുണയില്ലാതെ എനിക്ക് ഇതൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഒരുപാട് സമയം ഇത് ശരിക്കും PhDക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ. കാരണം അങ്ങനെ ഒരു ഭയങ്കര ക്ഷമയോ അങ്ങനെ ഒന്നും എനിക്ക് അത്ര ഇല്ല. അപ്പം പിന്നെ എനിക്ക് മേഖലയെ പറ്റി അത്ര അറിയത്തില്ല. പിന്നെ എനിക്കങ്ങനെ ഇതുപോലെ കമ്പ്യൂട്ടർ സയൻസിൽ PhD ചെയ്യുന്ന സീനിയേഴ്സ് ഒന്നും എനിക്കില്ല. എല്ലാവരും MSc ഒക്കെ അല്ലെങ്കിൽ MCA ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് IT ഫീൽഡിലേക്കൊക്കെ പോവുക ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ PhD എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ അതിൻ്റെ ആവശ്യമുണ്ടോ, കമ്പ്യൂട്ടർ സയൻസിൽ എന്തിനാണ് PhD എടുക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഇത് വേണോ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഡൗട്ട് അടിച്ച് നിന്നിരുന്ന സമയത്ത് എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ അനിയത്തിയും തന്നെയാണ് എനിക്ക് കോൺഫിഡൻസ് തന്നതെന്ന്, എന്നെ കൊണ്ട് പറ്റും ചെയ്യുന്നൊക്കെ പറഞ്ഞ് എനിക്ക് മോട്ടിവേഷൻ തന്നതൊക്കെ അവർ തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ പേപ്പേഴ്സ് ഒന്നും പബ്ലിഷ് ആവുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മമ്മിയാണ് ഇല്ല അതൊക്കെ പറ്റും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അവരുടെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എവിടെയൊക്കെയായിരുന്നു പഠിച്ചത്? പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു എന്നൊന്ന് പറയാമോ? പാട്രിക്സിലാണ് +2 വരെ പഠിച്ചത്. അതിനുശേഷം BSc ചെയ്യാൻ ക്രൈസ്ലർ ബാംഗ്ലൂർ പോയി. അത് കഴിഞ്ഞ് പിന്നെ MSc കമ്പ്യൂട്ടർ സയൻസ് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പിന്നെ SRM ചെന്നൈ. അപ്പോൾ ഈ PhD ഒക്കെ കിട്ടി ഇപ്പം വയനാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. ഫാമിലിയിലൊക്കെ ആണെങ്കിലും എല്ലാവരും, എൻ്റെ ഫാമിലിയിൽ അങ്ങനെ PhD ചെയ്യുന്ന ആരും ഇല്ല. മമ്മിയുടെ ഫാമിലിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ അധികം പേർക്ക് അറിയത്തില്ല PhD എന്താണെന്നൊന്നും. എന്തോ മോള് കാര്യമായിട്ടൊന്നും പഠിക്കുകയെന്ന് പറയാം. അപ്പം ഭയങ്കര എന്താ ഒരു വാം വെൽക്കം, ഭയങ്കര സ്വീകരണം, ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ പപ്പയുടെ ഫാമിലിയിലൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു. ഗവേഷണം എന്ന് പറയുന്നത് ഏറെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഗവേഷണത്തിന് മുൻപും ശേഷവും വന്നിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും നല്ല ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ക്ഷമയാണ് മെയിൻ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആ എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിൽ പലതും നടക്കണമെന്നില്ല. അപ്പം ഞാൻ മുന്നേയൊക്കെ ഭയങ്കരമായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആവുമായിരുന്നു. പക്ഷേ ഈ റിസർച്ചിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അതെന്തെങ്കിലുമൊക്കെ റിസൾട്ട് കണ്ടിരിക്കും. അപ്പം അതിനൊരു ഇതുകൂടാണ്, എന്താ പറയുക, ഒരു എക്സാമ്പിളാണ് എൻ്റെ PhD തന്നെ. അപ്പം അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയി. എന്താ പറയുക, വേറൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും മുന്നേ പഠിച്ചിരുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല, അതൊന്ന് വീണ്ടും അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യാന്നുള്ളതും അതും ഞാൻ ഈ PhDയിലൂടെ ശരിക്കും മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പം അതൊക്കെയാണ് എനിക്ക് വന്ന ഡിഫറൻസ്. പിന്നെ കോൺഫിഡൻസ്, മുന്നേ അത്ര കോൺഫിഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ കോൺഫിഡൻസ് ഒക്കെ വന്നു. നമ്മൾ ശ്രമിച്ചാൽ എല്ലാം പറ്റും, നടക്കും, അങ്ങനത്തെ ഒക്കെ ഒരു.
ഈ ഗവേഷണത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണോ അധ്യാപനം എന്നൊരു മേഖല തെരഞ്ഞെടുത്തത്, അതോ അധ്യാപനത്തോട് ആദ്യമേ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ PhD ചെയ്യുന്ന സമയത്ത് SRM നമുക്ക് ഇടയ്ക്ക് ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ തരും. ഇപ്പോൾ ഗൈഡിൻ്റെ ആണെങ്കിലും അല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് വീക്കിലി ഒരു 2-3 hours ഒക്കെ ഉള്ള രീതിയിൽ വർക്കിലൂടെ തരുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോയി കുട്ടികളുടെ മുന്നിൽ നിന്ന് അവരിങ്ങനെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ PhDൻ്റെ റിസർച്ച് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ ഫുൾ വായിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് ചെയ്യുക. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടിയപ്പം അതൊരു ഭയങ്കര റിലീഫായിരുന്നു. എനിക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിരുന്നു അത്. അങ്ങനെ എനിക്കത് ഇഷ്ടമാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ തന്നാലും ഒക്കെ ഞാൻ സന്തോഷത്തോടെ പോകും. കാരണം നമുക്കൊന്ന് ഫ്രീ ആവുകയും കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ഏജ് ആവുന്ന പോലെ എനിക്ക് തോന്നൂല. അതായത് നമ്മളെപ്പോഴും ഇപ്പോഴും ഒരു കോളേജ് ലൈഫ് തന്നെയാണെന്നൊരു ഫീല് വരും. അപ്പം പിന്നെ എനിക്ക് തോന്നി ഓക്കെ എനിക്കിത് പറ്റും, ഈ ടീച്ചിങ് രസമുണ്ട്. അങ്ങനെയാണ് പിന്നെ ശരി എന്നാൽ ഈ ഒരു പ്രൊഫഷൻ തന്നെ മുന്നോട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ തുടർന്നും ഈ ഒരു മേഖലയിൽ തന്നെ പോകാനാണോ താല്പര്യം? വേറെ എന്തെങ്കിലും പരീക്ഷകളോ അങ്ങനെ എന്തിനെങ്കിലും ഇനിയിപ്പോൾ തയ്യാറെടുക്കുന്നുണ്ടോ? ഇപ്പം തൽക്കാലത്തേക്ക് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. PhD ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ കയറി. അപ്പം ഇനിയിപ്പം എനിക്ക് പോസ്റ്റ് ഒക്കെ ചെയ്യണമെന്നൊരു ചെറിയ താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പം പിന്നെ എൻ്റെ റിസർച്ചിൻ്റെ ആ വർക്കാണെങ്കിലും ഞങ്ങൾ പേറ്റൻ്റ് ഒക്കെ എടുക്കുന്നതിനെ പറ്റിയൊക്കെ ഡിസ്കഷൻ നടക്കാം. തൽക്കാലം ഇപ്പം പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോവാം. കുറച്ച് നാൾ നോക്കട്ടെ, അതിന് ശേഷം തീരുമാനിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഗവേഷണത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഗവേഷണത്തോട് താല്പര്യമുള്ള കുട്ടികളോട് 5 വർഷം തുടർച്ചയായി വർക്കുകളൊക്കെ ചെയ്ത് ഗവേഷണം ലഭിച്ച ഒരു ഗവേഷക എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഓക്കെ, ഒരു ഡേയിൽ ഒരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒന്നും പെട്ടെന്ന് കിട്ടത്തില്ല. കാര്യം ശരിക്കും നമ്മൾ അത്രയും ഇൻപുട്ട് ഇടുന്നുണ്ടാവാം, പക്ഷെ എന്നാലും അത് ടൈം എടുക്കും. എന്താ പറയുക, കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ക്ഷമ വേണം. എന്താണെങ്കിലും ഒരു ദിവസം ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും, ആ ഒരു കോൺഫിഡൻസ് വേണം. പക്ഷേ അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ടൈം മാനേജ്മെൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഒരു സെക്കൻഡ് ഇയറിലേക്കൊക്കെയാണ് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങിയതും. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്താലേ കാര്യങ്ങൾ നടക്കും, അങ്ങനെയൊക്കെ എനിക്കൊരു ചിന്ത വന്ന അപ്പോഴാണ്. അപ്പം അതൊക്കെ കുറച്ച് മുന്നേ കണ്ട് ചെയ്യുക. പിന്നെ മാക്സിമം സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ഇൻട്രാക്ട് ചെയ്ത് അങ്ങോട്ട് ചെന്ന് സംശയങ്ങളൊക്കെ ചോദിക്കുക. എൻ്റെ ഗൈഡ് ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മാം എന്നെ മാക്സിമം അവിടെ നടക്കുന്ന വൈവകൾ ഇപ്പം എൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ കൂടി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കുറേ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ആ ഒരു എല്ലാം ഒന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെ മാക്സിമം എക്സ്പീരിയൻസസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നല്ല നല്ല ജേർണലുകളിൽ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ നോക്കുക. കാരണം അതൊക്കെ എങ്ങനെയാണെങ്കിലും നമ്മുടെ വർക്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നീടാണെങ്കിലും നമുക്ക് നല്ലൊരു പ്രൊഫൈലും നല്ലൊരു ഇത് തരും നമുക്ക്. അപ്പം നമുക്ക് എന്തുകൊണ്ടും പിന്നെ കൊളാബറേഷൻ വർക്ക്സ്, അത് മാക്സിമം കൊളാബറേഷൻ വർക്കുകൾ ചെയ്യാൻ നോക്കുക. അതൊക്കെ എന്താ പറയുക, നമുക്ക് നല്ലൊരു എക്സ്പോഷർ തരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും. ഫസ്റ്റ് തന്നെ ഒന്നും വലിയ റിസൾട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, കീപ്പ് ഓൺ ട്രൈയിങ്, അതാണ് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം റേഡിയോ മാറ്റുലിയിലെത്തി ഗവേഷണ വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു ഗവേഷണത്തിലൂടെ കിട്ടിയ സോഫ്റ്റ്വെയർ നമ്മുടെ കർഷകർക്ക് തന്നെ ഏറെ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി അധ്യാപന മേഖലയിലാണെങ്കിലും റിസർച്ചുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിലും ഒക്കെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അറിവിന്റെ പടവുകൾ എന്ന പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളെ പരിചയപ്പെടുത്തിയത് ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ തോണിച്ചാൽ സ്വദേശി ഡോക്ടർ ശ്രേയ ജോൺ തലച്ചിറയെയാണ്. പുതിയൊരു ഗവേഷകനുമായി വീണ്ടുമെത്താം. അതുവരേക്കും നന്ദി, നമസ്കാരം. അറിവിന്റെ പടവുകൾ. തനതായ ഗവേഷണത്തിലൂടെ വൈജ്ഞാനിക ലോകത്തിന് പുതിയ പടവുകൾ തീർത്തവർ. നിർവഹണം പ്രജിഷ രാജേഷ്.